ഇറാനിലെ പ്രമുഖ സമാന്തര സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും അവർക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ഇസ്രായേൽ. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഇന്ത്യക്കുമേൽ കടുത്ത നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്ന ഈ നീക്കം. ന്യൂഡൽഹിയിലെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതേതര രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ IRGC വലിയൊരു ഭീഷണിയാണെന്ന് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്ക, കാനഡ, അർജന്റീന തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ IRGCയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും സമാനമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇറാനുമായി ഇന്ത്യക്ക് ശക്തമായ ചരിത്രവും തന്ത്രപരവുമായ ബന്ധമുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും ചബഹാർ തുറമുഖം പോലുള്ള വലിയ പദ്ധതികൾക്കും ഇറാൻ നിർണായകമാണ്. അതേസമയം ഇസ്രായേലുമായി ഇന്ത്യക്ക് വലിയ പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തമുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാന്റെ പരമാധികാരവും ഭരണകൂട ആശയങ്ങളും സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച അതിശക്തമായ സമാന്തര സൈനിക വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇസ്രായേലിന്റെ ഈ ഔദ്യോഗിക ആവശ്യത്തോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പരസ്യമായ പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം സന്തുലിതമായി നിലനിർത്തേണ്ടതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ ഈ വിഷയത്തെ വീക്ഷിക്കുന്നത്.